നിർമ്മ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടിട്ടുണ്ടോ? നിർമ്മ, നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വാഷിംഗ് പൗഡർ നിർമ്മ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, ദൂഷി സഫേദി നിർമാസയായി. ആ പാട്ടിനെ കുറിച്ച് തന്നെയാണ്, ആ നിർമ്മയെ കുറിച്ചാണ് പറഞ്ഞത്. 80കളിലും 90കളിലും ഒക്കെ സിനിമാ ഗാനം എന്ന വണ്ണം TV-യുടെ മുന്നിലിരുന്ന ആളുകൾ പാടി നടന്ന ആ നിർമ്മയുടെ പരസ്യം. ഈ നിർമ്മ ആരാണെന്ന് പ്രേക്ഷകർക്കറിയാം. കുറെ പേർക്കെങ്കിലും അറിയാൻ സാധ്യതയില്ല. നിർമ്മ അതൊരു കമ്പനിയുടെ പേരല്ലേ. കർസൻ ഭായ് പട്ടേൽ എന്ന ഒരു അഹമ്മദാബാദുകാരൻ്റെ മകളുടെ പേരാണ്. ഗുജറാത്ത് സർക്കാരിൻ്റെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലെ കെമിസ്റ്റായിരുന്നു ഈ കർസൻ ഭായ്. ഈ മകൾ നിരുപമയെ കർസൻ ഭായിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഒടുവിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് നിർമ്മ എന്നായിരുന്നു മകളെ. നിർമ്മ എന്ന് വിളിച്ചുകൊണ്ടാണ് എപ്പോഴും ഈ മകളെ അഭിസംബോധന ചെയ്യുന്നത്. സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്ന വഴിക്ക് ഒരു ദിവസം അപകടത്തിൽ നിർമ്മ മരണപ്പെട്ടു. മനംമടുപ്പ് മാറ്റാൻ എന്തെങ്കിലും പുതുതായി ചെയ്യണമെന്ന് കർസൻ ഭായ് തീരുമാനിച്ചു. അന്ന് ഇന്ത്യയിൽ ഡിറ്റർജൻറ്റുകൾക്ക് വലിയ വിലയായിരുന്നു. ഒരു കെമിസ്റ്റായിരുന്ന കർസൻ ഭായ് സ്വന്തമായൊരു ഫോർമുലയുണ്ടാക്കി ഡിറ്റർജൻറ്റ് നിർമ്മിക്കാൻ തുടങ്ങി. വീടിന് പിന്നിലെ മുറ്റത്തായിരുന്നു ഈ ഡിറ്റർജൻറ്റിൻ്റെ പരീക്ഷണവും നിർമ്മാണവും ഒക്കെ. ഒടുവിൽ അത് ഉണ്ടാക്കിയതിനു ശേഷം സൈക്കിളിൽ വീടുകൾ തോറും കയറിയിറങ്ങി സോപ്പ് പൊടിയുടെ വിൽപ്പന ആരംഭിച്ചു. നിർമ്മ എന്ന പേരിൽ പൂർണ്ണമായും ബിസിനസ്സിൽ തന്നെ കേന്ദ്രീകരിക്കാൻ സർക്കാർ ജോലി ഉപേക്ഷിച്ചു. 1969 കമ്പനിയുണ്ടാക്കി. കമ്പനിക്ക് നിർമ്മ എന്ന പേരും നൽകി. ഒരാളും 10 രൂപ വരുമാനവുമുള്ള ഇടത്തിൽ നിന്ന് ആയിരക്കണക്കിന് തൊഴിലാളികളും 10,000 കോടി വരുമാനവുമുള്ള കമ്പനിയായി നിർമ്മ വളർന്നു. താലോലിച്ച് കൊതിതീരും മുൻപേ വിട പറഞ്ഞ മകളുടെ പേര് അങ്ങനെ കർസൻ ഭായ് പട്ടേൽ ഇന്ത്യ മഹാരാജ്യത്തോളം വളർത്തി. നിർമ്മയുടെ ഈ കഥ ഒരച്ഛൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും പ്രതീകമാണ്. ഒരു പിതാവിൻ്റെ ഹൃദയത്തിലുദിച്ച സ്വപ്നം ഒരു രാജ്യത്തിൻ്റെ തന്നെ ഗൃഹാതുരത്വമായി മാറിയതിൻ്റെ അപൂർവതയാണ്. ആ അച്ഛനെ സംബന്ധിച്ച് മകളുടെ നഷ്ടം താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു.